ഏപ്രിൽ 16 ഈസ്റ്ററിൻ്റെ 3-ാം ആഴ്ചയിലെ ചൊവ്വാഴ്ച. യോഹന്നാൻ 6:30 മുതൽ 35 വരെ വാക്യങ്ങൾ. ഇന്ന് ജനക്കൂട്ടം യേശുവിനോട് ഒരു അടയാളം ചോദിക്കുന്നതായി കാണാം. യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കാണണമെന്ന് അവർ കരുതുന്നു. അപ്പോൾ അവർ അവനിൽ വിശ്വസിക്കും. അവരുടെ പൂർവികർക്ക് മരുഭൂമിയിലായിരുന്നപ്പോൾ അത്ഭുതകരമായ മന്ന സമ്മാനമായി ലഭിച്ചു. സമാനമായ ഒരു അത്ഭുതം യേശു ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അപ്പം അത്ഭുതം പ്രവർത്തിച്ചത് മോശയല്ലെന്നും യേശുവിൻ്റെ പിതാവായ ദൈവമാണ് അങ്ങനെ ചെയ്തതെന്നും യേശു അവരോട് പറയുന്നു. ജീവൻ്റെ അപ്പവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്ന് യേശു തുടർന്ന് പറയുന്നു. ഈ ജീവൻ്റെ അപ്പമാണ് ലോകത്തിന് ജീവൻ നൽകുന്നത്. യേശു പറഞ്ഞത് ആളുകൾക്ക് മനസ്സിലായോ എന്ന് സംശയമുണ്ട്. അപ്പം അല്ലെങ്കിൽ ബ്രെഡ് ഒരു പ്രധാന ഭക്ഷണമായി കണക്കാക്കപ്പെടുന്നു. അതായത് ഒരു അടിസ്ഥാന ഭക്ഷണ ഇനമാണ് അത്. ഒരു വ്യക്തിക്ക് വളരെ കാലം അപ്പവും വെള്ളവും മാത്രം കഴിച്ച് ജീവിക്കാൻ സാധിക്കും. പൊതുവെ ഭക്ഷണത്തിൻ്റെ പര്യായമായി ബ്രെഡിനെ കണക്കാക്കുന്നു. ആരെങ്കിലും ഭക്ഷണം പങ്കിടുന്നതിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഒരുമിച്ച് ബ്രെഡ് പങ്കുവയ്ക്കുന്നു എന്ന പ്രയോഗം പോലും ഉപയോഗിക്കുന്നു. യഹൂദർക്ക് പെസഹ ഭക്ഷണത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് അപ്പം. യഹൂദന്മാർ പെസഹ പെരുന്നാളിൽ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുകയും തുടർന്ന് 7 ദിവസത്തേക്ക് ഈജിപ്തിൽ നിന്നുള്ള പലായനത്തിൻ്റെ ആഘോഷമായി കണക്കാക്കുകയും ചെയ്തു. ഒടുവിൽ യഹൂദന്മാർ 40 വർഷക്കാലം മരുഭൂമിയിൽ അലഞ്ഞു നടന്നപ്പോൾ ആ ജനതയെ നിലനിർത്താൻ ദൈവം ആകാശത്ത് നിന്ന് അപ്പം വർഷിച്ചു. ആളുകൾ യേശുവിനെക്കുറിച്ച് പറഞ്ഞ അപ്പത്തിൽ കുറച്ച് തങ്ങൾക്ക് നൽകാൻ ആവശ്യപ്പെട്ടു. അടുപ്പിൽ ചുട്ടുപഴുക്കുന്ന അപ്പത്തെക്കുറിച്ചല്ല യേശു പറഞ്ഞത് എന്ന് അവർ തിരിച്ചറിഞ്ഞോ എന്തോ. മറിച്ച് താൻ യേശു ജീവൻ്റെ അപ്പമാണെന്ന് യേശു അവരോട് പറയുകയാണെന്ന് അവർ മനസ്സിലാക്കിയോ. തന്നിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആർക്കും ഇനി ഒരിക്കലും വിശക്കുകയോ ദാഹിക്കുകയോ ചെയ്യില്ലെന്ന് യേശു അവരോട് പറഞ്ഞു. നമുക്ക് സ്വയം ചോദിക്കാം, നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ഏറ്റവും കൂടുതൽ വിശപ്പും ദാഹവും അനുഭവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യരായ നമ്മൾ ഒരിക്കലും തൃപ്തരല്ല. നമുക്ക് ഇനിയും കൂടുതൽ വേണം. ഉള്ളതിൽ നാം തൃപ്തരാവുന്നത് വിരളമാണ്. നാം ആഗ്രഹിക്കുന്ന എന്തെങ്കിലും എപ്പോഴും അങ്ങ് ദൂരെയുണ്ട്. അതൊരു പ്രൊമോഷനോ ശമ്പള വർധനവോ ആകാം, കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ആകാം. എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? പ്രൊമോഷൻ, നല്ല ശമ്പളം, നല്ല വീട്, നല്ല ആരോഗ്യം, ഇവയെല്ലാം വലിയ ദാനങ്ങളാണ്. എന്നിരുന്നാലും അവ നമ്മെ ശരിക്കും തൃപ്തിപ്പെടുത്തുന്നുണ്ടോ? ഇവ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ അവ നമുക്ക് യഥാർത്ഥ സന്തോഷവും സമാധാനം നൽകുന്നുണ്ടോ? യേശു നമുക്ക് ജീവൻ്റെ അപ്പം നൽകുന്നു. ഈ അത്ഭുതകരമായ സമ്മാനം നമുക്ക് സമാധാനവും സന്തോഷവും നൽകും. അതാണ് ജീവൻ്റെ അപ്പം. ഈ അത്ഭുതകരമായ സമ്മാനത്തെ നാം വേണ്ടത്ര വിലമതിക്കുന്നുണ്ടോ?
അതോ നമുക്ക് ലഭിച്ചതിനെക്കുറിച്ച് അധികം ചിന്തിക്കാതെയും അവബോധമില്ലാതെയും നമ്മൾ അത് സ്വീകരിക്കുകയാണോ ചെയ്യുന്നത്? നമുക്ക് ജീവൻ്റെ അപ്പം കഴിക്കാം, ജീവൻ്റെ അപ്പം കൊണ്ട് നിലനിൽക്കാം. നമ്മുടെ തീരുമാനം അതായിരിക്കട്ടെ. നമുക്ക് ലഭിക്കുന്ന ജീവൻ്റെ അപ്പം നാം ബോധപൂർവം ഭക്ഷിച്ചാൽ അത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാകും. കാരണം അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.